Let's see node analysis through some examples. Now let's see an example for node analysis. Node analysis means ഒരു node എടുത്താൽ അല്ലെങ്കിൽ ഒരു point എടുത്താൽ the algebraic sum of currents going out of that node will be 0. So for example, നമ്മൾ ഒരു node ഒരു point എടുക്കുകയാണെങ്കിൽ ആ point എന്ന് point we will name it as voltage VA. അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന എല്ലാ കറണ്ടിൻ്റെ സം ഷുഡ് ബി 0. ഒരു പോയിൻ്റ് എടുത്താൽ ആ പോയിൻറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഷുഡ് ബി ഗ്രൗണ്ടഡ്. അതായത് വി എ പോസിറ്റീവ് ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് വിൽ ബി 0 ഗ്രൗണ്ടഡ്. ഇനി ഇവിടെ 5 എന്ന് പറയുന്ന ഒരു സോഴ്സ് ഉണ്ട്. അതാണ് 5 ആംപിയർ കറണ്ട് തരുന്നത്. സോ ഇറ്റ് ഈസ് ദ കറണ്ട് സോഴ്സ് ജസ്റ്റ് ലൈക്ക് എ ബാറ്ററി. ഈ നോഡ് നമുക്ക് 2 നോഡ് എടുക്കാം ഈ സർക്യൂട്ടിൽ. ലെറ്റ്സ് name all the currents going out of that node. VA and VB. Now let's write the node equations. So for our node VA, we know that there are 3 currents going out of node VA. അതിൽ ഒരു കറണ്ട് ഓൾറെഡി തന്നിട്ടുണ്ട്. 6 ആംപിയർ കറണ്ട് അകത്തേക്ക് പോകുന്നതാണ്. പക്ഷെ നമുക്ക് പുറത്തേക്ക് വരുന്ന കറണ്ടാണ് വേണ്ടത്. സോ വി ക്യാൻ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ആസ് -6. ഇനി അടുത്ത ലിങ്കിൽ കൂടെ പോകുന്ന കറണ്ടിന് വേണ്ടിയിട്ട് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എഴുതാം. സോ ദാറ്റ് വിൽ ബി VA/1. ഇനി അടുത്ത ലിങ്കിൽ കൂടെ പോകുന്ന കറണ്ട് ഇറ്റ് വിൽ ബി ദ നെറ്റ് വോൾട്ടേജ്. 2 വോൾട്ടേജ് ഉള്ളതുകൊണ്ട് VA - VB/1 is equal to 0. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നോൺ ഇക്വേഷൻസ് ഓൺ നോൺ ആൻഡ് അൺനോൺ ആയിട്ട് എഴുതുക. സോ ദാറ്റ് വി ക്യാൻ സോൾവ് ഇറ്റ് ഇൻ ദ കാൽക്കുലേറ്റർ. Now let's take the next node VB. ഇവിടെയും നമുക്ക് ഒരു ലിങ്കിൽ കൂടെ പോകുന്ന കറണ്ട് തന്നിട്ടുണ്ട് 5 ആംപിയർ which is going inside. So പുറത്തേക്ക് വരുന്ന കറണ്ട് will be -5 plus VB/1 will give you the current through the next limb. Similarly, VB and VA ഉണ്ട് next limbൽ voltages. So the net voltage will be VB - VA/1. VA പോസിറ്റീവ് ആയതുകൊണ്ടാണ് VB - VA എന്ന് എഴുതുന്നത് നമ്മുടെ സൈൻ കൺവെൻഷൻ വെച്ച്. ഇനി we will simplify and write in terms of known and unknown. ഈ 2 equations we can solve it in the calculator. Also, we know that VB എന്ന് പറയുന്ന വോൾട്ടേജ് ആക്ച്വലി ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഇൻ കേസ് ദേ ആസ്ക് വാട്ട് ഈസ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം ഫോർ നോഡ് അനാലിസിസ്. ഈ സർക്യൂട്ടിലും നമുക്ക് 2 നോഡ് ഐഡൻറ്റിഫൈ ചെയ്യാം. ലെറ്റ്സ് നെയിം ഇറ്റ് VA ആൻഡ് VB. ഈ നോഡിൽ നിന്നും പുറത്തേക്ക് വരുന്ന കറൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി നമുക്ക് സൈൻ കൺവെൻഷൻ മെഷ് അനാലിസിസിൽ കൊടുക്കുന്നത് പോലെ നമ്മുടെ ബാറ്ററിക്ക് കൊടുക്കാം. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ us ടു റൈറ്റ്. ഇനി ഫോർ നോഡ് VA ആദ്യം VA പക്ഷേ ഇവിടെ ഒരു 6 വോൾട്ട് ഉണ്ട്. പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്, റെഡ്യൂസിങ് ആണ്. സോ VA - 6/6 is the current through the first limb. സെക്കൻഡ് ലിംബിൽ കൂടെ VA/3 പ്ലസ് തേർഡ് ലിംബിൽ കൂടെ there are VA നെഗറ്റീവ് ടു പോസിറ്റീവ്. സോ ഇൻക്രീസിങ് +5 - VB
by 2 equal to 0. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് അൺനോൺ ഇക്വേഷൻ ആയിട്ട് എഴുതാം. Now for node VB, similarly VB positive to negative ion reducing, so VB minus 10 by 4 plus ഈ ലിമ്പിൽ കൂടി VB by 4 plus VB positive to negative ion reducing, so VB minus 5 minus VA by 2 equal to 0. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. Now we can solve for VA and VB using a calculator. Star delta transformations or important question aanu. Usually you can get it for low marks or high marks. It is a set of formulas to simplify large network. സ്റ്റാർ എന്ന് ഉദ്ദേശിക്കുന്ന വൈ എന്ന ഷേപ്പാണ്, ഇൻവേർട്ടഡ് ആയിട്ടുള്ളൊരു വൈ ഷേപ്പ്. ആൻഡ് ഡെൽറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ട്രയാങ്കിൾ ഷേപ്പ്. ഇറ്റ് ക്യാൻ ഓൾസോ ബി പൈ എന്ന ഷേപ്പിലും വരാം. ഹൗ ടു റെക്കഗ്നൈസ് ആൻഡ് സോൾവ് ഈ വൈ ഡെൽറ്റ നെറ്റ്വർക്ക്സ് ആണ് ഇനി കാണാൻ പോകുന്നത്. സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. സ്റ്റാർ എന്ന് ഉദ്ദേശിക്കുന്നത് വൈ എന്ന ഷേപ്പും ഡെൽറ്റ എന്ന് ഉദ്ദേശിക്കുന്ന ട്രയാങ്കിൾ പോലത്തെ ഷേപ്പാണ്. ഈ സർക്യൂട്ടിൽ നമുക്ക് കാണാം ഒരു ട്രയാങ്കിൾ ഷേപ്പ്, അതായത് ഒരു ഡെൽറ്റ ഷേപ്പ്. അതിനെ വേണമെങ്കിൽ നമുക്ക് സ്റ്റാർ, അതായത് വൈ എന്ന ഷേപ്പിലോട്ട് മാറ്റാം. ഒരു ഇൻവേർട്ടഡ് വൈ പോലെയായി. അങ്ങനെ ആക്കിയാലുള്ള ഗുണം നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ നൗ ദ സർക്യൂട്ട് വിൽ ബിക്കം an inverted y. പിന്നെ ബാക്കി എലിമെൻറ്റ്സ് 40 and 45 and 50 റിമെയിൻസ് ദ സെയിം. അതിനൊന്നും കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ ആ രണ്ട് സീരീസ് എലിമെൻറ്റ്സിനെ ഒരുമിച്ചാക്കിയാൽ വി വിൽ ഗെറ്റ് രണ്ട് പാരലൽ ലിംബ്സ്. ഇനി ആ രണ്ട് പാരലൽ ലിംബ്സിനെ ഒരുമിച്ചാക്കിയാൽ നമുക്ക് രണ്ട് സീരീസ് ലിംബ്സ് കിട്ടും. രണ്ട് സീരീസിലുള്ള എലിമെൻറ്റിനെ കിട്ടിയാൽ നമുക്ക് വളരെ എളുപ്പം ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഓൾ ബൈ കൺവേർട്ടിംഗ് ദ ഡെൽറ്റ ഇൻറ്റു സ്റ്റാർ. ഈ ഡെൽറ്റേനെ സ്റ്റാർ ആക്കാൻ വേണ്ടി നമുക്ക് ഫോർമുല ഉണ്ട്. ഫോർമുല 2-3 പ്രാവശ്യം എഴുതുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബിക്കം വെരി സിമ്പിൾ. RCN വിൽ ബി, അതിന് തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് റെസിസ്റ്റൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ സം ഓഫ് ഓൾ ദ 3 റെസിസ്റ്റൻസ്. യൂഷ്വലി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇങ്ങനത്തത്. അടുത്ത ലിംബ് എടുക്കുക, REN. അതിന് തൊട്ടടുത്ത് കിടക്കുന്ന രണ്ടെണ്ണത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുക, 20 and 50 ഡിവൈഡഡ് ബൈ സം ഓഫ് ഓൾ ദ റെസിസ്റ്റൻസ്.
അടുത്ത ലിമ്പ് RFN. അതിന് അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന രണ്ട് റെസിസ്റ്റൻസ് 30 × 50 ഡിവൈഡഡ് ബൈ സം ഓഫ് റെസിസ്റ്റൻസസ്. ഇനി നമുക്ക് ഇതിൽ Y കോമ്പണൻസ് എഴുതാം. RCN, EN ആൻഡ് FN. അതിൻ്റെ വാല്യൂസാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. 6, 10 ആൻഡ് 15. ബാക്കി 50 ആൻഡ് 45 റിമെയിൻസ് ദ സെയിം. ഇനി ഈ 6 അതേപോലെ ഇരിക്കാം. 10ഉം 50ഉം സീരീസ് ആയതുകൊണ്ട് 60 ആവും. 15 and 45 will also become 60. Now 60 is in parallel with 60, which will become 30. So total resistance, equivalent resistance will become 36. Easier to solve ചെയ്യാം. Star delta transformation, find the equivalent resistance. ഇത് കാണുമ്പോൾ തന്നെ പൈ നെറ്റ്വർക്ക് പോലെയാണ് ഇരിക്കുന്നത്. പൈയുടെ ഷേപ്പ് പോലെയാണ്. ഓൾസോ അതിനെ ഡെൽറ്റയാക്കാൻ വി ക്യാൻ ഫൈൻഡ് ദാറ്റ് രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ടുണ്ട്. അതിന് സീരീസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് എഴുതാം. പൈനെ ഡെൽറ്റ ആക്കുമ്പോൾ 2 6 ആവും. (11+4) 15 ആവും. Now you can see that it has become a delta circuit. രണ്ട് ഡെൽറ്റ സർക്യൂട്ട്സിനെ നമുക്ക് Y ആക്കി മാറ്റാം. ഇക്വലൻ്റ് Y റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട് ഇങ്ങനെയായി മാറും. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ഞാൻ എഴുതുന്നില്ല, ഫോർമുല വെച്ചിട്ട് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാവുന്നതാണ്. ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് adjacent resistance is divided by total sum. The 1Y network 41 ആയിരുന്നു അവിടെ. 41 17. The another Y network will get 5. Now again നമുക്ക് ഇച്ചിരിയും കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേനും we will get 2, പിന്നെ 2 പാരലൽ നെറ്റ്വർക്ക്സ് ആൻഡ് ദെൻ 5. ഇതിലെല്ലാം സീരീസ് ആണ്, അപ്പോൾ നമുക്കെല്ലാം ആഡ് ചെയ്ത് എഴുതാവുന്നതാണ്. താഴെയും എല്ലാം സീരീസ് ആണ്, അതെല്ലാം ആഡ് ചെയ്ത് എഴുതാം. ആൻഡ് 5. സോ നൗ നമ്മുടെ R equivalent will be 2 plus 48 parallel 24 plus 5. കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് ഒന്നിൻ്റെ ആൻസേഴ്സ് ഇല്ലാത്തത്. Rest AC circuits we can find in the next course.